ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളുടെ ക്രിസ്തു ഭാഗം 59. ദൈവത്തിൻ്റെ സ്വർഗീയ സൈന്യങ്ങളുടെ കൂട്ടത്തിലെ രണ്ടാമത്തെ വിഭാഗമായിരുന്നു പാപം ചെയ്ത ദൂതന്മാർ എന്നത്. ആ പാപം ചെയ്ത ദൂതന്മാരിൽ പ്രധാനിയായ ഒരു ദൂതനെക്കുറിച്ചാണ് നാം ഇപ്പോൾ ചിന്തിക്കാൻ പോകുന്നത്. ആ ദൂതൻ പാപം ചെയ്യുന്നതിന് മുമ്പ് ശുക്രൻ എന്നും അരുണോദയപുത്രൻ എന്നും വിളിക്കപ്പെട്ടിരുന്നു. ശുക്രൻ എന്ന് പറഞ്ഞാൽ വെളിച്ചവാഹി എന്നാണ് അർത്ഥം. ഇതിൻ്റെ ലാറ്റിൻ രൂപമാണ് ലൂസിഫർ എന്നത്. അതായത് വെളിച്ചവാഹി ആയിരുന്നവൻ വീണുപോയപ്പോൾ വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നതിനെ തീർന്നു. അവനെക്കുറിച്ചുള്ള ഒരു വിവരണം ഇങ്ങനെയാണ്: അവന് സാത്താൻ, പിശാച്, പഴയ പാമ്പ്, മഹാസർപ്പം, ഈ ലോകത്തിൻ്റെ പ്രഭു, ഈ ലോകത്തിൻ്റെ ദൈവം, അപവാദി, ഭോഷ്കിൻ്റെ പിതാവ്, ദുഷ്ടൻ, ബെയൽസബൂൾ എന്നിങ്ങനെയെല്ലാം ഇപ്പോൾ പേർ വിളിക്കപ്പെടുന്നു. എന്നാൽ ഇതൊക്കെ വിളിക്കപ്പെടുന്നതിന് മുമ്പ് അവനെക്കുറിച്ചുള്ള വിവരണമാണ് വേദപുസ്തകത്തിൽ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നോക്കൂ, സാത്താനും നരകവും അനേകർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വിഷയം തന്നെയാണ്. സാത്താൻ ഇല്ലെന്ന് പഠിപ്പിക്കുന്നതും അവൻ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരുവൻ ഇല്ല എന്ന ധാരണ ഉണ്ടാക്കിയാൽ പ്രസ്തുത അറിവ് കൂടാതെ ഈ ലോക മനുഷ്യരെ നിയന്ത്രിച്ചു കൊണ്ടുപോകുവാനും അവരെ നാശത്തിലെത്തിക്കുവാനും സാധിക്കും. ഇക്കാര്യം സാത്താന് നന്നായി അറിയാം. മാത്രമല്ല, ഇതിൻ്റെ മറവിൽ കഴിഞ്ഞുകൊണ്ട് അവൻ്റെ പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്യാം. അതാണ് സാത്താൻ്റെ പദ്ധതികൾ. ഇങ്ങനെ സാത്താൻ ഇല്ല എന്ന ധാരണ ലോകത്തിലെ ജ്ഞാനികൾ, പണ്ഡിതന്മാർ എന്ന് അറിയപ്പെടുന്നവരിൽ കൂടി പ്രകാശിപ്പിക്കുക എന്നത് സാത്താൻ്റെ പ്രവർത്തന പദ്ധതിയിലെ മുഖ്യമായ ഒരു വിഷയം തന്നെയാണ്. അതിനായി അസത്യത്തെ സത്യവുമായി കൂട്ടിക്കുഴച്ച് മറ്റൊന്നാക്കി രൂപപ്പെടുത്തി മനുഷ്യർക്കിടയിൽ ഒരു അവ്യക്താവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തെക്കുറിച്ച് ശരിയായ ഒരു അറിവ് മനുഷ്യർക്കിടയിൽ ഇല്ലാത്തതുപോലെ തന്നെ സാത്താനെക്കുറിച്ചും പലർക്കും അധികം അറിവില്ല. നോക്കൂ, 2 കൊരിന്ത്യർ 4:4 അവനെ ഈ ലോകത്തിൻ്റെ ദൈവമെന്നും അവൻ അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നുവെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല, എഫേസ്യർ 2:2 അവൻ്റെ ജനത്തെ അവൻ നടത്തുന്നുവെന്നും അത് ലോകനാശത്തിലേക്ക്, പാപനാശത്തിലേക്ക് നയിക്കുന്നുവെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം ഉണ്ട് എന്ന് സ്ഥാപിക്കുവാനായിട്ട് ബൈബിളിൽ ഒരു വാക്കുകൊണ്ട് പോലും തുനിയുന്നില്ല. എന്നാൽ ദൈവം എന്ന ആദ്യ പദത്തോടു കൂടി തന്നെയാണ് ദൈവത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും മഹിമയെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബൈബിൾ എന്താണോ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് അക്കാര്യങ്ങൾ മാത്രമാണ് വ്യക്തമായി വേദപുസ്തകത്തിലൂടെ നമ്മോട് പറയുന്നതും. അതുപോലെ പിശാച് ഉണ്ട് എന്ന് സ്ഥാപിക്കുവാനും ബൈബിൾ തുനിയുന്നില്ല. കാരണം മനുഷ്യവംശ ചരിത്രം ആരംഭിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ, സാത്താൻ്റെ ആസ്തിക്യത്തെക്കുറിച്ച് നാം കാണുന്നു. മനുഷ്യോൽപത്തി മുതൽ സാത്താൻ പ്രപഞ്ചത്തിലും മാനവരാശിയിലും അവൻ്റെ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവം ആരാണെന്ന് സാത്താന് നല്ലതുപോലെ അറിയാം. നോക്കൂ, ലൂക്കോസ് 4:34 നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അവൻ യേശുവിനോട് പറയുന്നുണ്ട്. ഇതിൽ നിന്നും നന്നായി ദൈവത്തെക്കുറിച്ച് അറിയുന്നവൻ സാത്താനാണെന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ ഇനിയും ചില കാര്യങ്ങൾ കൂടി പറയാം. സാത്താനിൽ നാം വിശ്വസിക്കണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുക. എന്നാൽ അവൻ്റെ ആസ്തിക്യത്തെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. സാത്താൻ്റെ ഉത്ഭവം അത് നോക്കുമ്പോൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ കേട്ട ദൂതഗണത്തിലെ പ്രധാന ദൂതന്മാരിൽ കുറെ കൂടി ഒരു ഉന്നത ശുശ്രൂഷ നിർവഹിക്കേണ്ടതിന് ആക്കി വെച്ച ഒരു ദൂതനായിരുന്നു
ഈ ശുക്രൻ എന്ന് കാണുന്നു. നേരത്തെ ഓർപ്പിച്ചല്ലോ, ഇതിൻ്റെ ലത്തിൻ രൂപമാണ് ലൂസിഫർ എന്നത്. അങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് ലൂസിഫർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആരംഭിക്കാം. അത് അടുത്ത ഭാഗത്ത് കേൾക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.